നമസ്കാരം സുഹൃത്തുക്കളെ. ബിഗ് ബോസിൽ കിടന്ന് അടിപിടി കൂടുന്ന പോലെ എളുപ്പമാണ് രാജ്യത്തിന്റെ അതിർത്തിയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്നതും എന്നാണ് ചിലരുടെയൊക്കെ ധാരണ. പറഞ്ഞു വരുന്നത് രണ്ട് ബിഗ് ബോസ് സെലിബ്രിറ്റികളുടെ ശുദ്ധ വിഡ്ഢിത്തരത്തെ കുറിച്ചാണ്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അഖിൽ മാരാർ, രണ്ടാമത് LGBTQ+ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന റിയാസ് സലീം. ഇദ്ദേഹം കൂടുതലും യൂത്തിനിടയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പഹൽഗാം വിഷയത്തിലാണ് രണ്ടുപേരും ഇപ്പോൾ ഒത്തുവരുന്നത്. ഒരാൾ രാഷ്ട്രീയ മുതലെടുപ്പാണെങ്കിൽ മറ്റേ കക്ഷി നന്മ വിതരാൻ പോയതാണ്. അയ്യോ, പാകിസ്ഥാനിലെ കുട്ടികൾ, പാവപ്പെട്ടവർ, ഇവരൊക്കെ എന്താക്കും എന്നൊരു കരുതൽ പറഞ്ഞാൽ കൂടിപ്പോകും. ഇവിടത്തെ ഉപ്പും ചോറും ഒക്കെ തിന്ന് ഞെളിഞ്ഞ് സുഖമായി ജീവിച്ച് എന്നിട്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന രണ്ട് ടീംസുകൾ. എന്തായാലും ആദ്യം നമുക്ക് അഖിൽ മാരാറിൽ നിന്ന് തന്നെ തുടങ്ങാം. രാഷ്ട്രീയമാകട്ടെ സിനിമയാകട്ടെ അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നല്ലോണം നിൽക്കാൻ പഠിച്ച് അവിടെയൊക്കെ പയറ്റി തെളിഞ്ഞ ആളാണ് അഖിൽ മാരാർ. അദ്ദേഹത്തിന് അറിയാം എവിടെ എപ്പോൾ എങ്ങനെ നിൽക്കണമെന്ന്, എന്ത് പറയണമെന്ന്. ഇപ്പോഴത്തെ വിഷയം എന്താണെന്നാൽ പുള്ളി ഫേസ്ബുക്കിൽ കുറച്ച് ദിവസമായി പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈന്യത്തെയും മോദി സർക്കാരിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് 2-3 കുറിപ്പുകൾ ഷെയർ ചെയ്ത് തരംഗമാവുകയാണ്. എന്തായാലും നമുക്ക് അതൊന്നും നോക്കാം. ആദ്യത്തെ കുറിപ്പ് ഇതാണ്: യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട, എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത്. എന്തുകൊണ്ട് പവർഫുൾ തീരുമാനമെടുക്കാൻ മോദിയേക്കാൾ മികവ് ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു എന്നതിന് 2 ഉദാഹരണം. 1971 അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അമേരിക്കൻ നാവികസേന ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് ഒരു സന്ദേശം അയച്ചു: നിങ്ങളുടെ നാവികപ്പടയെ സ്വീകരിക്കാൻ ഞങ്ങൾ അറബിക്കടലിൽ ഉണ്ടാകും, സ്വാഗതം. ബാക്കി അമേരിക്കൻ പ്രസിഡന്റിന് അയച്ച കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പലവി തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കാം. ഉക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ല. ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാന കേട്ട് ജീവിക്കുന്ന ഭരണാധികാരിയായി പോയി. മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്ത് കളയും. ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇനി ഒരുത്തനും ഇവിടെ 55 നെഞ്ചളവിന്റെ പേരിൽ ഊറ്റം കൊള്ളരുത്. അമേരിക്കയല്ല, ലോകം മുഴുവൻ എതിർത്താലും ബംഗ്ലാദേശിനെ മോചിപ്പിക്കും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ പെണ്ണുരുത്തി ഭരിച്ച നാടാ സാറേ ഇന്ത്യ എന്ന് രാജ്യത്തെ ഏതൊരു കോൺഗ്രസ്സുകാരനും അല്ല, ദേശസ്നേഹമുള്ള ഏതൊരു ഭാരതീയനും അഭിമാനത്തോടെ പറയാം. എന്റെ അഖിൽ മാരാറെ, ഇത്രയും കാലം രാഷ്ട്രീയം നോക്കാതെ അത്യാവശ്യം സത്യം വിളിച്ച് പറഞ്ഞ ഒരാളായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിന്റെ സാരഥിയാണല്ലോ നിങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി പാർട്ടിയുടെ മൂട് താങ്ങൽ പ്രഹസനമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. ഒന്നാമത് തെറ്റ്, ഈ മൂട് താങ്ങാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല ഇത്. 2, ഇതിന്റെ ഇടയിൽ ഒരുപാട് മണ്ടത്തറ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊരു കയ്യബദ്ധമാണെന്ന്. ചാനൽ ചർച്ചകളിൽ പോലും പ്രത്യക്ഷപ്പെട്ട് നല്ല ബോധവാനായിട്ടാണ് നിങ്ങൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇത് പാർട്ടിക്ക് വേണ്ടി പ്ലേറ്റ് മാറ്റിയതാകും. അതായത് 71 യുദ്ധം നടക്കുമ്പോൾ ഒരു സാഹചര്യമല്ല ഇന്ന് ലോകത്തുള്ളത്. ഇപ്പോൾ അന്ന് പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമല്ല. പിന്നെ ഇന്ത്യ അന്ന്, അതായത് നിങ്ങളുടെ ഇന്ദിരാഗാന്ധി അന്ന് ഒറ്റയ്ക്ക് പോയിട്ടല്ല ഏറ്റുമുട്ടിയത്, കൂടെ കട്ടയ്ക്ക് സോവിയറ്റ് യൂണിയനും നിന്നതാണ്. പിന്നെ യുദ്ധം പോയി വെട്ടിക്കേറുക എന്നൊക്കെ അലമുറയിടുമ്പോൾ അങ്ങനെയൊന്നും നോക്കാതെ പോയി ചെയ്യുന്നതുമല്ല ഈ യുദ്ധം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ബിഗ് ബോസിൽ കിടന്ന് വായ്ത്താളം അടിക്കുന്നത് പോലെയല്ല അതിർത്തിയിൽ കിടന്ന് യുദ്ധം ചെയ്തത്. അതുകൊണ്ടല്ല നിങ്ങളുടെ ഇതേ പാർട്ടി 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ 200-ലധികം ജീവൻ പൊലിഞ്ഞപ്പോൾ മിണ്ടാതെ അനങ്ങാതെ ഇരുന്നത്. അന്നത്തെ പ്രതിരോധ മന്ത്രി നിങ്ങളുടെ സ്വന്തം AK ആന്റണി, പ്രധാനമന്ത്രി നിര്യാതനായ മൻമോഹൻ സിംഗ്, ഇവർക്കൊക്കെ യോജിച്ചതായിരുന്നു ഇപ്പോൾ ഈ ഇട്ട കുറിപ്പുകൾ. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ അതിനടക്കം പകരം ചോദിച്ചുകൊണ്ടാണ് മോദി സർക്കാർ തിരിച്ചടിച്ചത്. തീർന്നിട്ടില്ല. ഇന്നത്തെ PM-ന്റെ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടിരുന്നോ? ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല. ആ ട്രംപ് അവിടെ കിടന്ന് ഡയലോഗ് അടിച്ചത് കൊണ്ടൊന്നുമല്ല ഇന്ന് ഈ തീരുമാനത്തിലെത്തിയത്. അപ്പൊ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി കിടന്ന് നാണം കിടന്ന് നിൽക്കല്ലേ. നിങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. അതിപ്പോ സകല കോൺഗ്രസ്സുകാരെയും പോലെ വില കളഞ്ഞു കുടിക്കല്ലേ. നിങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. ഇതിപ്പോ സകല കോൺഗ്രസ്സുകാരെയും പോലെ വില കളഞ്ഞു കുളിക്കല്ലേ. ഇനിയും 1-2 കുറിപ്പുകൾ കൂടിയുണ്ട്, അതും ഇതിൽ ആഡ് ചെയ്യും. ഏതായാലും നമുക്ക് അവസാനത്തെ ആ കുറിപ്പിലേക്ക് ഒന്ന് പോകാം. രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല. 2 ദിവസം മുമ്പ് വരെ വലിയ രാജ്യസ്നേഹിയായി എന്നെ കണ്ട പലരും ഇന്നിപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എന്റെ സംശയം രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നാണ്. കേന്ദ്രം എടുത്ത പല തീരുമാനങ്ങളും അംഗീകരിക്കുകയും പിന്തുണ നൽകി അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഇനി ഒരിക്കലും കയറരുത്, പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനെ
രാജ്യത്തിനേക്കാളും വലിയ രാജ്യസ്നേഹി. അതുകൊണ്ടാകാം എനിക്ക് അമേരിക്ക ഇടപെട്ട് ഇന്ത്യ ശരിവെച്ച ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതും. ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന വിഷമം ഉണ്ടായത്. അപ്പോൾ ഈ പോസ്റ്റ് മുഴുവൻ ഞാൻ ഇവിടെ വായിക്കുന്നില്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഇത് വീഡിയോയ്ക്കൊപ്പം ചേർക്കാം. അപ്പോൾ എന്റെ മാരാരെ, കേന്ദ്ര സർക്കാരിനെ ഇവിടെ തള്ളിപ്പറഞ്ഞതല്ല നമ്മുടെ വിഷയം. നിങ്ങൾ റൂട്ട് വരിവിടല്ലേ. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിവരക്കേട് പറയുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനാകുമോ? ഇന്ന് PM പറഞ്ഞതാണ്, ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ സകല ഭീകരവാദികളെയും കൈമാറാം എന്ന് ഉറപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ POK അല്ലാതെ ഒരു ചർച്ചയ്ക്ക് പോലും നമ്മുടെ രാജ്യം നിൽക്കുന്നില്ല എന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി ഇത്രയും ചെയ്ത അവർ ഇനിയും ഒരുപാട് പദ്ധതികൾ ഇട്ടിട്ടുണ്ടാവും, തീർച്ചയാണ്. കഴിഞ്ഞ ദിവസം PM പറഞ്ഞതാണ്, ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ സകല ഭീകരവാദികളെയും കൈമാറാം എന്ന ഉറപ്പിൽ, അല്ലെങ്കിൽ POK അല്ലാതെ ഒരു ചർച്ചയ്ക്ക് പോലും നമ്മുടെ രാജ്യം നിൽക്കുന്നില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി ഇത്രയും ചെയ്തവർ ഇനിയും ഒരുപാട് പദ്ധതികൾ എന്തായാലും ഇട്ടിട്ടുണ്ടാകും, തീർച്ചയാണ്. നമ്മളോടെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണോ എന്റെ അഖിൽമാരെ അവരെല്ലാം ചെയ്യുക? അപ്പോൾ ഒന്ന് ക്ഷമിക്കൂ. നിങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും ഈ പറയുന്ന രാജ്യസ്നേഹം നല്ലപോലെ ഉണ്ട് എന്ന് വെച്ച് ആരും കാള വെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറൊക്കെ എടുത്ത് നിങ്ങളെ പോലെ റെഡിയായി നിൽക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ സംയമനമാകാം. അപ്പോൾ മാരാരുടെ വിഷയം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് റിയാസ് സലീമിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ പതിവ് പോലെ ഷെയിം അഥവാ നാണക്കേടായിരുന്നു. നമ്മുടെ രാജ്യം തിരിച്ചടിച്ചപ്പോൾ കുറെ മനുഷ്യന്മാർ അവിടെ ചത്തല്ലോ, അതിന് നാണക്കേട്. പാവം ഒരു മനുഷ്യ സ്നേഹിയല്ലേ, സ്വന്തം രാജ്യത്തെ പൗരന്മാരോടില്ലാത്ത ഈ മനുഷ്യ സ്നേഹമാണ് ഇവിടെ കവിഞ്ഞൊഴുകുന്നത്. എന്റെ റിയാസ് സലീമെ, നിങ്ങളുടെ കുറെ ഐഡിയോളജികളോട് യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിന്റെ വിഷയമാണ്. നമുക്കൊക്കെ വേണ്ടിയാണ് അവിടെ അതിർത്തിയിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ, വിശ്രമം ഒന്നുമില്ലാതെ, വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് ജീവൻ പോലും പണയം വെച്ച് ആ മനുഷ്യർ അവിടെ കാവൽ നിൽക്കുന്നത്. നമ്മളിവിടെ സ്വസ്ഥതയോടെ ഉറങ്ങുന്നതിനും ഈ റീൽസും ആഡും ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നടക്കുന്നതിനും ഒക്കെ കാരണം അവരാണ്. അപ്പോൾ അവരോട് നന്ദി പറയേണ്ടതിന് പകരം തള്ളി പറയുകയല്ല വേണ്ടത്. എന്തായാലും ഈ വിഷയം ആളിക്കത്തിയപ്പോൾ പുള്ളി മാപ്പ് ഒരു ജയ്ഹിന്ദോടെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അഖിൽമാരായാലും റിയാസ് സലീം ആയാലും നിങ്ങളൊക്കെ മറ്റൊരു തരത്തിൽ ഒരുപാട് പേരെ സ്വാധീനിക്കുന്നവർ കൂടിയാണ്. അപ്പോൾ ഓരോ വാക്കും പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ പറയുക. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ മുതലെടുപ്പും ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനൊക്കെ പിന്നെ സമയം തരാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.